പ്രിയമുള്ളവരെ, ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ ഭദ്രമായിരിക്കുന്ന കത്തോലിക്ക സഭ എന്ന ഏക സനാതന സത്യത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മനുഷ്യ സഹജമായ ബലഹീനതകൾ ഇടയന്മാരിലുണ്ടാകാമെങ്കിലും ക്രിസ്തു പത്രോസിന്മേൽ പടുത്തുയർത്തിയ ഈ തിരുസഭ കാലാകാലങ്ങളായി ഒരേ ശ്രേണിപരമായ നേതൃത്വത്തിലും വിശുദ്ധ പാരമ്പര്യത്തിലും മാറ്റമില്ലാതെ ജ്വലിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതര ക്രൈസ്തവ സഹോദരങ്ങളും വിജാതീയരായ അനേകരും നിത്യസത്യം തിരിച്ചറിഞ്ഞ് റോമിലെ മാർപ്പാപ്പയോട് ഐക്യപ്പെട്ട് ഈ സത്യസഭയിലേക്ക് തിരികെ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിശ്വപ്രസിദ്ധമായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കത്തോലിക്ക സഭയിൽ മാത്രം ഇന്നും ആവർത്തിക്കപ്പെടുന്നത് എന്ന് നാം ഓരോരുത്തരും വിവേചന ബുദ്ധിയോടെ ചിന്തിക്കണം, ചോദിക്കണം. നമ്മുടെ കൊച്ചു കേരളത്തിലെ കണ്ണൂർ വെള്ളക്കണ്ണൂരിൽ നടന്ന അത്ഭുതത്തിന് വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് ഇതിന് ഏറ്റവും പുതിയ തെളിവാണ്. ഈജിപ്തിലെ സെയ്റ്റൂണിലും ഗ്വാഡലൂപ്പയിലും ഫാത്തിമയിലും അക്കീറ്റയിലും 10,000 സാക്ഷ്യം വഹിച്ചതുപോലെ ഇന്നും പരിശുദ്ധ അമ്മയും വിശുദ്ധരും പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കത്തോലിക്ക സഭയിലെ ദർശകരിലും വിശുദ്ധരിലും മാത്രം ക്രിസ്തുവിന്റെ പഞ്ചക്ഷതങ്ങൾ അഥവാ സ്റ്റിഗ്മാറ്റ പതിയാൻ കാരണമെന്താണ്? വിശുദ്ധരുടെ ശക്തമായ മധ്യസ്ഥതയും അവരുടെ കൂട്ടായ്മയും കത്തോലിക്ക സഭയെ ഇന്നും ഏറെ ചൈതന്യവത്താക്കുന്നു. പാതാള ഗോപുരങ്ങൾ എന്റെ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന യേശുനാഥന്റെ വചനം അക്ഷരം പ്രതി സത്യമാക്കിക്കൊണ്ട് ലോകത്തിലെ 210 കോടി ക്രൈസ്തവരിൽ 140 കോടിയും കത്തോലിക്കരായി ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുനാഥന്റെ ജീവിക്കുന്ന ശരീരമായ തിരുസഭയിലേക്കും ആ വിശുദ്ധ രഹസ്യങ്ങളിലേക്കുമുള്ള തിരിച്ചുപോക്ക് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം സഭയുടെ കൗദാശിക ജീവിതത്തിൽ ആഴപ്പെടുമ്പോൾ മാത്രമാണ് ഓരോ വിശ്വാസിക്കും, നിങ്ങൾക്കും എനിക്കും യഥാർത്ഥ സമാധാനവും ആത്മീയ ലക്ഷ്യവും കൈവരുന്നത്. പത്രോസാകുന്ന പാറമേൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ സഭയിൽ കൂദാശകളിലൂടെ ഒഴുകുന്ന കൃപാവരങ്ങൾ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവം നമ്മെ ഇന്നും മാടി വിളിക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് നാം ഒരുങ്ങിയിരിക്കണം എന്നതുകൊണ്ടാണ്. നിത്യജീവന്റെ കവാടമായ തിരുസഭയുടെ കൂട്ടായ്മയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ദൈവഹിതത്തിന് അനുസൃതമായി ജീവിക്കാം. തിരികെ വീട്ടിലേക്ക് വരുന്ന ഓരോ മക്കളെയും കർത്താവ് തന്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അലച്ചിലുകൾ അവസാനിപ്പിച്ച് യഥാർത്ഥ ഇടയന്റെ പക്കലേക്ക് വരാൻ ഈ വചനഭാഗം നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ആമേൻ. വർഷം മുഴുവനും സുവിശേഷ ചിന്തകളും ജപമാല പ്രാർത്ഥനകളും നൊവേനകളും വരാനിരിക്കുന്ന പോഡ്കാസ്റ്റ് പരമ്പരകളുടെ അറിയിപ്പുകൾ താമസമില്ലാതെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മെയ് 1 തീയതി മുതൽ ആരംഭിച്ച കത്തോലിക്ക POC ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള 100 ദിവസത്തെ ബൈബിൾ ധ്യാനത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഗാഡ് ബ്ലെസ് യു.